ശ്രീകുമാറിനും ജയലക്ഷ്മിക്കും ജീവിതത്തിലെ വലിയൊരാഗ്രഹമാണ് മകൾ പഠിച്ച് ഒരു ഡോക്ടറാകണമെന്ന്. അതിനുവേണ്ടി പഠിത്തം തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമായി. ശ്രീകുമാറിന് മകളെ പഠിപ്പിക്കുവാൻ വിടുവാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ലായിരുന്നു. 15 സെൻറ്റ് സ്ഥലവും ഉണ്ടായിരുന്നു കൊടുത്തിട്ടാണ് ശ്രീകുമാർ മകളെ ബാംഗ്ലൂരിലേക്ക് പഠനത്തിനായിട്ട് വിട്ടത്. ഡൊണേഷൻ 5 ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു. അങ്ങനെയാണ് അവിടെ സീറ്റ് കിട്ടിയത്. ശ്രീകുമാർ ആ ചെറിയൊരു ടൗണിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. സ്വന്തമായിട്ട് ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. ആ ഓട്ടോറിക്ഷ ഓടിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. ആ മകളെ പഠിപ്പിക്കുവാൻ വേണ്ടി വസ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ താമസിക്കുവാൻ ഒരിടമില്ലാഞ്ഞ് ശ്രീകുമാർ ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ജയലക്ഷ്മി തൊഴിലുറപ്പിന് പോകും. തൊഴിലുറപ്പില്ലാത്ത സമയത്ത് അടുത്തുള്ള വീടുകളിൽ പണിക്ക് പോകും. അവരെ രണ്ടുപേരുടെയും ആഗ്രഹം ഒന്ന് മാത്രമാണ്, മകൾ എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറാകണം. അതിനുവേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചാലും തങ്ങൾക്കത് പ്രശ്നമല്ല. വീടും സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടു, എന്നാൽ അത് മകൾ പഠിച്ചൊരു ഡോക്ടറായി കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ, തിരിച്ചുണ്ടാകുമെന്നുള്ള ഒരു സന്തോഷമാണ് അവരുടെ മനസ്സിൽ. അതിനേക്കാൾ ഉപരിയായ സന്തോഷം മകൾ ഡോക്ടറാകുക. കാരണം അടുത്തുള്ള വീട്ടിലൊക്കെയും മക്കൾ ഉദ്യോഗസ്ഥന്മാരായിട്ട് തീർന്നു കഴിയുമ്പോൾ അവരുടെ വീട്ടിലുള്ള അപ്പനും അമ്മയ്ക്കും സന്തോഷത്തോടെ കഴിയുന്നത് ഇവർ കണ്ടിട്ടുണ്ട്. അപ്പം തങ്ങളുടെ മകളും ഒരു ഡോക്ടറായി കണ്ട് ഒരു കാണുന്ന ഒരു ആഗ്രഹം, അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ശ്രീകുമാറിനും ജയലക്ഷ്മിക്കും ഒരു മകൾ മാത്രമേ ഉള്ളൂ, നന്ദനക്കുട്ടി. അങ്ങനെയാണ് അവിടെ പേര്. നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്നു കൊച്ചു നാൾ മുതലേ. വളരെ മിടുക്കിയാണ്, പഠിക്കാൻ ബഹുമിടുക്കിയാണ്. എല്ലാവരുടെയും നല്ല സമീപനങ്ങൾ, നല്ല പെരുമാറ്റങ്ങൾ, ആരെ കണ്ടാലും അങ്കളെ ആൻറ്റീന്നേ അവർ വിളിക്കുകയുള്ളൂ. അതാണ് അവിടെ സ്വഭാവം. അപ്പം നാട്ടിലുള്ളവർക്കൊക്കെയും അവളെ വലിയ കാര്യമാണ്. ശ്രീകുമാർ രാവിലെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയി വൈകുന്നേരങ്ങളിൽ വീട്ടിൽ മടങ്ങി വരും. മറ്റുള്ള ദുർശീലങ്ങളോ മദ്യപാനങ്ങളോ മറ്റുള്ള കൂട്ടുകെട്ടുകളോ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊന്നുമില്ല. അത് കൃത്യമായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന പൈസ വീട്ടിൽ കൊണ്ടുവന്ന് അവരത് സേവ് ചെയ്യുകയാണ്. എങ്ങനെയെങ്കിലും മകളെ പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കണം. ഈ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അവർക്ക്. എന്തെല്ലാം കഷ്ടങ്ങൾ സഹിച്ചാലും അത് ചെയ്തിരിക്കും. അവരെടുത്തൊരു തീരുമാനമാണ്. ഇപ്പോൾ മകൾ 3 വർഷം കഴിഞ്ഞ് പഠനം തുടങ്ങിയിട്ട് ഇതിനിടയ്ക്ക് പല പ്രാവശ്യം വീട്ടിൽ വന്ന് പോയി. എന്നാൽ അടുത്ത അവധിക്ക് 30 ദിവസം അവധിയുണ്ട്. ആ സമയത്ത് വീട്ടിൽ വരും. ആ അച്ഛനോടും അമ്മയോടും കൂടെ 1 മാസം കഴിയണം. അന്ന് മകൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലൊരു ഉത്സവമാണ്. കാരണം അവൾ ഓടിച്ചാടി നടക്കുകയും അവിടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെയും ആ വീട്ടിൽ ആ അച്ഛനും അമ്മയ്ക്കും വലിയൊരു സന്തോഷമാണ്. അങ്ങനെ മകൾ ബാംഗ്ലൂരിൽ നിന്ന് ഇനിയും വരുവാനേണ്ട ഒരാഴ്ചത്തെ താമസമേ ഉള്ളൂ. അപ്പോൾ ആ അച്ഛനും അമ്മയും തീരുമാനിച്ചു, മകൾ വരുമ്പോഴത്തേക്ക് മകൾക്ക് ഇച്ചിരി ഡ്രസ്സ് എടുത്ത് വെക്കണം. അപ്പം അതിന് ജയലക്ഷ്മിയോട് പറഞ്ഞു, നമുക്ക് നാളെ ടൗണിൽ വരെ പോകണം. പോയിട്ട് മകൾ ഇപ്പം ഒരാഴ്ച ഇല്ലല്ലോ, അവിടെ ഇങ്ങനെ വരികയല്ലോ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 3-4 ചുരിദാറും വേണ്ടുന്നതായ വസ്ത്രങ്ങളും ഒക്കെ നിനക്കറിയാമല്ലോ. സ്ത്രീകൾക്ക് വേണ്ടുന്നതായ കാര്യങ്ങളൊക്കെ നിനക്കല്ലേ അറിയത്തുള്ളൂ, എനിക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അത് വേണ്ടുന്നതായ രീതിയിൽ കൂടെ അവൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ നമുക്ക് എടുക്കണം. അങ്ങനെ തീരുമാനിച്ചാണ് അന്ന് രാവിലെ ശ്രീകുമാർ ഓട്ടോമായിട്ട് പോയത്. അപ്പം പോകുമ്പം പറഞ്ഞു, ഞാൻ 5 മണിയാകുമ്പോൾ വരും, വന്നിട്ട് നമുക്ക് ടൗണിൽ പോകാം, ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഈ വിവരം മകളോടെയും വിളിച്ച് പറഞ്ഞു. മകൾക്കും വളരെ സന്തോഷമായി. അച്ഛനും അമ്മയും തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. താൻ അവധിക്ക് ചെല്ലുമ്പോഴത്തേന് തനിക്കിടാനുള്ള വസ്ത്രങ്ങളൊക്കെ അവർ എടുത്തു വെക്കാൻ പോകില്ല. അപ്പം എത്ര നല്ല ഒരു അച്ഛനും അമ്മയാണ്, ഈ ഒരു ഭാഗ്യം എനിക്ക് മാത്രമേ ഉള്ളത്, പലർക്കും ഉണ്ടാകും എന്നുള്ള ചിന്തയൊക്കെ അവിടെ മനസ്സിൽ വന്നു. അങ്ങനെ അവൾ പറഞ്ഞു, ഞാൻ എന്തായാലും 4-5 ദിവസം കൊണ്ടുണ്ടാകാനായിട്ട് ഞാനങ്ങ് വരും. അച്ഛനും അമ്മയും എന്നെ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങ് വന്നുകൊള്ളാം എന്ന് പറഞ്ഞു. 5 മണിയായപ്പോൾ തന്നെ ശ്രീകുമാർ ഓട്ടോ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ജയലക്ഷ്മിയും ശ്രീകുമാറും കൂടെ ടൗണിലേക്ക് യാത്ര തിരിച്ച് ഓട്ടോയിൽ. മകൾക്ക് വസ്ത്രം എടുക്കാനുള്ള ആ സന്തോഷത്തിലാണ് അവരുടെ ആ പോക്ക്. എന്നാൽ പെട്ടെന്ന് എതിരെ വന്ന ഒരു ലോറി ആ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടികൊണ്ട ആ ഓട്ടോറിക്ഷ അടുത്തുള്ള ഒരു തോട്ടിലേക്കാണ് മറിഞ്ഞത്. നാട്ടുകാർ ശബ്ദം കേട്ട് ഓടിക്കൂടി ചെന്ന് നോക്കിയപ്പോൾ കാണേണ്ട കാഴ്ചയാണ്. ശ്രീകുമാറിൻ്റെ ഓട്ടം നടന്നപ്പോൾ എല്ലാവർക്കും വളരെ പ്രയാസമുണ്ടായി.
പിന്നെ ആർക്കൊന്നും സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥയായി. പെട്ടെന്ന് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വിവരമറിഞ്ഞു. എല്ലാവരും അവിടേക്ക് ചെന്നു. കണ്ടവർക്കാർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. തങ്ങളുടെ കൂടെ ജോലി ചെയ്ത ശ്രീകുമാർ, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശ്രീകുമാർ തന്നെയല്ല, ഭാര്യ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചകൾ കണ്ട് അവരൊക്കെയും പൊട്ടിക്കരഞ്ഞു. അല്ല എന്ത് ചെയ്യാനാണ്. പെട്ടെന്നൊരു വാഹനം വന്നു. ആ വാഹനത്തിൽ അവരെ രണ്ടുപേരെയും കയറ്റിക്കൊണ്ട് ആ കൂട്ടുകാർ ആശുപത്രിയിലേക്ക് പോയി. എന്നാൽ പോകുന്ന വഴിക്ക് ആ വാഹനത്തിൽ വെച്ച് രണ്ടുപേരുടെയും ജീവിതം അവിടെ അവസാനിച്ചു. മകൾ ഒരു ഡോക്ടറായി കാണുന്നുള്ളതായ ആഗ്രഹം നടക്കാതെ പോയ രണ്ട് ജീവിതങ്ങൾ. എന്ത് ചെയ്യാണ്, വിധിയെ തടയാൻ ആരെക്കൊണ്ടും സാധിക്കത്തില്ലല്ലോ.